മൃഗങ്ങൾ മൂലമുള്ള വാഹന അപകടങ്ങൾ കുറയ്ക്കാനായി അവയുടെ കഴുത്തിൽ റിഫ്ലക്ടർ കോളർ ഘടിപ്പിക്കാൻ കൂറ്റനാട് ജൂനിയർ ചേംബർ. ജില്ലാ പോലീസും സംയുക്തമായാണ് നിരത്തുകളിലെ മൃഗങ്ങളുടെ കഴുത്തിൽ റിഫ്ലക്റ്റഡ് കോളർ ഘടിപ്പിക്കുന്നത്. നിരത്തുകളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ ഡ്രൈവിംഗിനിടയിൽ കാണാത്തതുമൂലം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിന് പരിഹാരമായാണ് റിഫ്ലക്ട് കോളർ ഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇത് വിജയകരമായതോടെയാണ് പാലക്കാട് നഗരത്തിലും വിവിധ പ്രദേശങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഉള്ളത് കന്നുകാലികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ നായ്ക്കളുണ്ട്. അപ്പോൾ വാഹനങ്ങൾക്കും മറ്റും ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇതിനെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ളത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിഫ്ലക്ടറുകൾ കഴുത്തിൽ സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നും ആളുകൾക്ക് ഈ ഒരു നിറം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റിഫ്ലക്ടർ കഴുത്തിൽ അണിയിക്കുക എന്നതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. അത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. JC എന്ന് പറയുന്ന സംഘടന തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. JC ഒരിക്കലും ഒരു സന്നദ്ധ സംഘടനയല്ല, പക്ഷെ അതിൻ്റെ ഒരു ഭാഗമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ. നാടിന് ഉപകാരപ്പെടുന്ന, നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ സംഘടിപ്പിക്കുക. JCI കൂറ്റനാട് സെക്രട്ടറി സുഹൈൽ തെൽക്കാസ്, പ്രസിഡന്റ് മീന മേനോൻ, ഫാരിസ് വാസ, കോർഡിനേറ്റർ സുനിൽ കുഴൂർ, ഷക്കീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.